ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണ്, ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതെല്ലാമാണ്, ടോപ്പ് 20 സീക്രട്ട് ക്വസ്റ്റ്യൻസ് ഇതാ. Here we go. Hello once again, welcome back to Plus 10. ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു പ്ലസ് 2 എക്കണോമിക്സിന്റെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം പ്ലസ് 1 എക്സാം ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ്, പ്രീവിയസ് ക്വസ്റ്റൻസ്, ചാപ്റ്റർ സീരീസ്, 1 മാർക്ക് ക്വസ്റ്റൻസ് കൂടാതെ ലൈവ് ക്ലാസ്സുകളും തികച്ച സൗജന്യമായി നിങ്ങളിലേക്ക് എത്തിക്കുക. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യപ്പെടുന്നത് വീഡിയോയിലേക്ക്. പ്ലസ് 2 എക്കണോമിക്സിന്റെ സെക്കൻഡ് ടൈം എക്സാമിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സെക്കൻഡ് ടൈമിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് മൈക്രോ എക്കണോമിക്സിന്റെ 4-ാമത്തെയും 5-ാമത്തെയും ചാപ്റ്ററാണ്. തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷനും മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണ്. ഫസ്റ്റ് ടൈമിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആൻ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, പ്രൊഡക്ഷൻ കോസ്റ്റ്, അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്നിരുന്നാലും സെക്കൻഡ് ടൈം എക്സാം ആയതുകൊണ്ട് സെക്കൻഡ് ടൈമിലെ ചാപ്റ്റേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ദെൻ മൈക്രോ എക്കണോമിക്സിന്റെ ആദ്യത്തെ ചാപ്റ്റർ ആൻ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, സെക്കൻഡ് ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, തേർഡ് ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ്, ഫോർത്ത് ചാപ്റ്റർ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം വരെയാണ് നമുക്ക് സെക്കൻഡ് ടൈം എക്സാമിന് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ടൈമിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മൈക്രോ എക്കണോമിക്സിന്റെ 4-ാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് എ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. എന്തെല്ലാമാണ് ഒരു പൂർണ്ണ മത്സര കമ്പോളത്തിന്റെ സവിശേഷതകൾ എന്ന് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ ഓഫ് എ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേം ഇൻ ദ ഷോർട്ട് റൺ. അതായത് ഷോർട്ട് റണ്ണിലെ ഹ്രസ്വ കാലയളവിൽ പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഉൽപാദന യൂണിറ്റിന്റെ ലാഭം പരമാവധിയാക്കുന്നതിനുള്ള വ്യവസ്ഥ, അതിന്റെ ഡയഗ്രാം വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമൈൻ ദ സപ്ലൈ കർവ് ഓഫ് എ ഫേം. ഒരു ഫേമിന്റെ സപ്ലൈ കർവിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. അതായത് ഒരു ഉൽപാദന യൂണിറ്റിന്റെ സപ്ലൈ കർവ്, പ്രധാന വക്രത്തെ തീരുമാനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഈ 2 ചോദ്യം കൂടാതെ അഡീഷണൽ ആയിട്ട് 2 ചോദ്യം കൂടെ നോക്കി വെച്ചിരിക്കുക. ചോദ്യം ഇതാണ്, ഡിഫൈൻ ദ ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ. അപ്പൊ എന്താണ് മൊത്ത ഉൽപ്പന്നമെന്നും സീമാന്ത ഉൽപ്പന്നമെന്നും ശരാശരി ഉൽപ്പന്നമെന്നും നോക്കി വെച്ചിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ നോർമൽ പ്രോഫിറ്റ് ആൻഡ് സൂപ്പർ പ്രോഫിറ്റ്. എന്താണ് സാധാരണ ലാഭമെന്നും എന്താണ് അമിത ലാഭവും അവയുടെ വ്യത്യാസവും നോക്കി വെച്ചിരിക്കുക. ഫിഫ്ത്ത് ചാപ്റ്റർ മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ പ്രൈസ് സീലിംഗ് ആൻഡ് ഫ്ലോർ പ്രൈസ്. എന്താണ് വിലപരിധി എന്നും തറവിലയെന്നും അറിഞ്ഞിരിക്കണം. ഇറ്റ്സ് എഫക്ട്സ് ആൻഡ് റെപ്രസെന്റ് ഗ്രാഫിക്കലി. അപ്പം ഇതിന്റെ എഫക്ട്സ് എന്തെല്ലാമാണെന്നും അതുപോലെ തന്നെ ഇത് ഗ്രാഫ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും ഇവയുടെ ഡിഫറൻസ്, ഇവയുടെ വ്യത്യാസവും പഠിച്ചിരിക്കേണ്ടതാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ തന്നെ ചെയ്തിട്ട്, ഇപ്പൊ വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ പ്ലസ് 2 എക്കണോമിക്സിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനും അതുപോലെ കമന്റ് ബോക്സിലും വീഡിയോ കാണാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി, ഡ്രോ ഇറ്റ്സ് ഡയഗ്രാം. അപ്പം ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കണ്ടെത്താൻ അറിഞ്ഞിരിക്കണം. അവരുടെ ഡയഗ്രാം വരയ്ക്കാനും പഠിച്ചിരിക്കണം. അതായത് സന്തുലിത വിലയും സന്തുലിത അളവും കണക്കാക്കാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ ഡയഗ്രാം വരയ്ക്കാനും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ 2 ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് എക്സസ് ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ വിത്ത് ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. അതായത് എന്താണ് എക്സസ് ഡിമാൻഡ് എന്നും എക്സസ് സപ്ലൈ എന്നും ഒരു ഡയഗ്രാം വരച്ച് തന്നെ വിശദീകരിക്കാൻ അറിഞ്ഞിരിക്കണം. അതായത് അമിത ചോദനം എന്താണ്, അല്ലെങ്കിൽ അമിത പ്രധാനം എന്താണ്. ഇപ്പൊ ഈ ഒരു ആശയം ഡയഗ്രാം വരച്ച് തന്നെ വിശദീകരിക്കുക. അപ്പം അതും നോക്കി വെച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ മാർക്കറ്റ് ഇക്വിലിബ്രിയം, ഡിസ്ക്രൈബ് ഹൗ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഡിറ്റർമൈൻസ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഇൻ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. അപ്പൊ എന്താണ് കമ്പോള സന്തുലിതാവസ്ഥ എന്നും അതുപോലെ തന്നെ സപ്ലൈയും ഡിമാൻഡും, പ്രധാനവും ചോദനവും എങ്ങനെയാണ് ഒരു മത്സര വിപണിയിലെ സന്തുലിത വിലയും, അതായത് ഇക്വിലിബ്രിയം പ്രൈസും അതുപോലെ തന്നെ അളവും നിർണ്ണയിക്കുന്നത്, അതായത് ക്വാണ്ടിറ്റി നിർണ്ണയിക്കുന്നതെന്നും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് മാക്രോ എക്കണോമിക്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ 4 മേജർ സെക്ടേഴ്സ് ഇൻ ആൻ എക്കോണമി. അതായത് സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന മേഖലകൾ എന്തെല്ലാമാണ്. പ്രധാനപ്പെട്ട 4 മേഖലകൾ വരുന്നുണ്ട്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929 ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്. 1929 സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവയുടെ ഇമ്പാക്ട്സ്, പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമായിരുന്നെന്നും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്.
അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: പ്രിപ്പയർ എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് ദ എമർജൻസ് ഓഫ് മോഡേൺ മൈക്രോ എക്കണോമിക്സ്. ആധുനിക മൈക്രോ എക്കണോമിക്സിന്റെ ആവിർഭാവത്തെ പറ്റിയും അറിഞ്ഞിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം കണക്കാക്കുന്ന വിവിധ മാർഗങ്ങൾ എന്തെല്ലാമാണ്? അതിനകത്ത് പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ സിമ്പിൾ എക്കോണമി വിത്ത് ഗ്രാഫിക്കലി. അപ്പൊ എന്താണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, അല്ലെങ്കിൽ എന്താണ് ലളിത സമ്പദ്ഘടനയിലെ വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം? അത് ഗ്രാഫ് വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ: ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ കോൺസെപ്റ്റ് ഓഫ് നോമിനൽ ജി ഡി പി ആൻഡ് റിയൽ ജി ഡി പി. നാമമാത്ര ജി ഡി പിയും അതുപോലെ തന്നെ യഥാർത്ഥ ജി ഡി പി തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഓഫ് ജി ഡി പി ഡിഫ്ലേറ്റർ. എന്താണ് ജി ഡി പി ഡിഫ്ലേറ്റർ എന്നും കാൽക്കുലേറ്റ് ദ ജി ഡി പി ഡിഫ്ലേറ്റർ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ ആൻഡ് അനലൈസ് ഇറ്റ്. അപ്പൊ എന്താണ് ജി ഡി പി ഡിഫ്ലേറ്റർ എന്നും അതുപോലെ തന്നെ ജി ഡി പി ഡിഫ്ലേറ്റർ കണ്ടെത്താനും അറിഞ്ഞിരിക്കണം. കുറച്ച് ഡേറ്റ തന്നിട്ട് അതിൽ നിന്നും ജി ഡി പി ഡിഫ്ലേറ്റർ കണ്ടെത്താനും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മണി. പണത്തിന്റെ ധർമ്മം എന്താണ്, അല്ലെങ്കിൽ പണത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഡിഫൈൻ ദ മോണിറ്ററി പോളിസി. എന്താണ് പണനയമെന്നും എക്സ്പ്ലെയിൻ ദ മോണിറ്ററി പോളിസി ടൂൾസ് ഓഫ് RBI ടു കൺട്രോൾ മണി സപ്ലൈ ഇൻ ദ ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ പണനയത്തിന്റെ പ്രധാനം നിയന്ത്രിക്കുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന മോണിറ്ററി പോളിസി ടൂൾസ്, അതായത് പണനയ ഉപാധികൾ എന്തെല്ലാമാണെന്നും വിശദീകരിച്ച് പഠിക്കേണ്ടതാണ്. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. കേന്ദ്ര ബാങ്കിന്റെ ധർമ്മം എന്തെല്ലാമാണ്, അതായത് റിസർവ് ബാങ്കിന്റെ ധർമ്മം എന്തെല്ലാമാണ്. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്, വാണിജ്യ ബാങ്കിന്റെ ഫങ്ഷൻസ്, ധർമ്മം എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം നാഷണൽ ഔട്ട്പുട്ട് ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ 2 സെക്ടർ എക്കോണമി വിത്ത് ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. അതായത് ഒരു 2 സെക്ടർ എക്കോണമിയിൽ, ദ്വിമേഖല സമ്പദ് വ്യവസ്ഥയിൽ സന്തുലിത ദേശീയോൽപ്പന്നവും ഇക്വിലിബ്രിയം നാഷണൽ ഔട്ട്പുട്ടും അതുപോലെ തന്നെ സഞ്ചിത ചോദനവും അഗ്രിഗേറ്റ് ഡിമാൻഡും നിർണ്ണയിക്കുന്ന ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ അഗ്രിഗേറ്റ് ഡിമാൻഡ്. എന്താണ് സഞ്ചിത ചോദനമെന്നും അനലൈസ് ദ എഫക്ട് ഓഫ് ചേഞ്ചസ് ഇൻ കൺസപ്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓൺ അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഉപഭോഗത്തിലും കൺസപ്ഷനിലും നിക്ഷേപത്തിലും ഇൻവെസ്റ്റ്മെന്റിലും ഉണ്ടാകുന്ന മാറ്റം സഞ്ചിത ചോദ്യത്തിൽ ഉണ്ടാകുന്ന സ്വാധീനം എന്തെല്ലാമാണ്, അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഉണ്ടാകുന്ന സ്വാധീനം എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കണം. ഇത് നമ്മൾ വീഡിയോയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ +2 എക്കണോമിക്സിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ ആയിട്ട് 2 ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ MPC ആൻഡ് MPS. അപ്പം MPCയും MPSും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണ്? സീമാന്ത സമ്പാദ്യ ഏകതവും അതുപോലെ തന്നെ ശരാശരി സമ്പാദ്യ ഏകതവും തമ്മിലുള്ള വ്യത്യാസം വിശദമാക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ഇൻ എ 2 സെക്ടർ മോഡൽ. അതായത് ദ്വിമേഖലാ മാതൃകയിലെ വരുമാന നിർണയം എങ്ങനെയാണെന്നും നോക്കി വെച്ചിരിക്കുക. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സെക്കൻഡ് ടേമിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ടൈമിൽ നിന്നുള്ള ആൻ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, പ്രൊഡക്ഷൻ കോസ്റ്റ്, ഈ 3 ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ 3 പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മൈക്രോ എക്കണോമിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. എന്താണ് ഉൽപാദന സാധ്യത വക്രം? ഇത് നമ്മൾ വീഡിയോയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ +2 എക്കണോമിക്സിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ ഉൽപാദന സാധ്യതാ വക്രത്തിന്റെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തെല്ലാമാണ്, അവയുടെ വിവിധ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ: ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സെൻട്രലി പ്ലാൻഡ് എക്കോണമി ആൻഡ് മാർക്കറ്റ് എക്കോണമി. കേന്ദ്രീകൃത ആസൂത്രിത സമ്പദ്ഘടനയും അതുപോലെ തന്നെ
കമ്പോള സമ്പദ് വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം, സെൻട്രലി പ്ലാൻഡ് എക്കോണമിയും മാർക്കറ്റ് എക്കോണമിയും തമ്മിലുള്ള വ്യത്യാസവും പഠിച്ചിരിക്കേണ്ടതാണ്. സെക്കൻഡ് ചാപ്റ്റർ ആണ് ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബഡ്ജറ്റ് ലൈൻ. എന്താണ് ബഡ്ജറ്റ് ലൈൻ എന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഡ്രോ ബഡ്ജറ്റ് ലൈൻ, ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ, ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എഴുതാൻ അറിഞ്ഞിരിക്കണം. എക്സ്പ്ലെയിൻ കൺസ്യൂമർ ഇക്വിലിബ്രിയം, ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ വിത്ത് ഡയഗ്രാം. അതായത് ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും തുല്യമാകുന്ന ഒരു പോയിന്റ് ആണ് എന്ത് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ ഗ്രാഫ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഇൻഡിഫറൻസ് കർവ്, ഇറ്റ്സ് ഫീച്ചേഴ്സ് ആൻഡ് ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ദ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ. അപ്പം ഇൻഡിഫറൻസ് കർവ് എന്താണ്, അവയുടെ ഫീച്ചേഴ്സ് എന്താണെന്നും ഡയഗ്രാം വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ എന്താണ് നിസ്സംഗതാ വക്രമെന്നും നിസ്സംഗതാ വക്രത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്നും അതുപോലെ തന്നെ ഉപഭോക്താവിന്റെ അനുകൂലമായ തിരഞ്ഞെടുക്കൽ ഒരു ഗ്രാഫിന്റെ സഹായത്തോടെ വിശദമാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി +2 എക്കണോമിക്സിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ടേബിൾ ഗിവൺ ബിലോ ഫൈൻഡ് TFC, TVC, TC, AFC, SAC, SMC തുടങ്ങിയവ കണ്ടെത്താനൊക്കെ ചോദിക്കാറുണ്ട്. ഇത് നമ്മൾ വീഡിയോ ആക്കി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ്. അപ്പൊ എന്താണ് വിഭേദകാനുപാത നിയമം അല്ലെങ്കിൽ അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം എന്താണെന്ന് പഠിച്ചിരിക്കണം. ഇത് നമ്മൾ വീഡിയോ ആക്കി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +2 എക്കണോമിക്സിന്റെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചുവടെ ഡിസ്ക്രിപ്ഷനിലുള്ള കമന്റ് ബോക്സിലും നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് കൊടുത്തിരിക്കുക. നിങ്ങൾ അവിടെ ജോയിൻ ചെയ്ത നോട്ട്സുകളൊക്കെ തന്നെയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ. ടിൽ ദെൻ ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ, താങ്ക് യു.